സുജിയ, 12ാമത്തെ യാത്രികനായി വിജയ് രൂപാണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചവരിൽ അദ്ദേഹത്തിന്റെ പേരില്ല, അല്ലേ? ഇതുവരെ അങ്ങനെയുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം മുൻ മുഖ്യമന്ത്രി കൂടി ആയതിനാൽ അദ്ദേഹത്തെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇതിനകം തന്നെ പുറത്തു വരേണ്ടതാണ്. അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നു എന്നുള്ള വിവരമെങ്കിലും പുറത്തു വരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ച 30 പേരിൽ വിജയ് രൂപാണി എന്ന ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. 2016 മുതൽ 2021 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാണി. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച ഈ വിമാനത്തിന്റെ യാത്രാപഥം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം മെയ്ഡേ കോൾ, അതിനുശേഷം മെയ്ഡേ കോളിന് ശേഷം റേഡിയോ സൈലൻസ്. അതാണ് ഇപ്പോൾ ഏവിയേഷൻ വാച്ച് ഡോഗിനെ നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. നമ്മളിപ്പോൾ കാണുന്നത് സർദാർ വല്ലഭായ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ആ വിമാനത്താവളത്തിന്റെ ഈ പാർക്കിംഗ് ബേയിൽ നിന്ന് മറ്റു വിമാനങ്ങൾ പാർക്കിംഗ് ബേയിൽ കിടക്കുന്നത് നമുക്ക് കാണാം. ഇത് വിമാനത്താവളത്തിന്റെ ഉൾവശമാണ്. അവിടെ നിന്ന് ഈ പാർക്കിംഗ് ബേയിലൂടെ, ഈ ടാക്സി ബേയിലൂടെ ഇതുവഴി വന്ന് വിമാനം ഈ വിമാനത്താവളത്തിന്റെ റൺവേ ക്രോസ് ചെയ്യുന്നത് വരെയുള്ള വിവരങ്ങളാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. എയർ ഇന്ത്യയുടെ, നമ്മളിപ്പോൾ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് എയർ ഇന്ത്യയുടെ AI-171 ലണ്ടൻ ഫ്ലൈറ്റ് ആണ്. ഈ വിമാനത്തിനുള്ളിൽ 242 യാത്രക്കാരും 242 പേരാണ് ഉണ്ടായിരുന്നത്. അത് 230 യാത്രക്കാരും ഒപ്പം 10 ക്രൂ മെമ്പേഴ്സും 2 പൈലറ്റുമാരുമാണ്. അങ്ങനെ 242 പേർ ഈ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വിമാനത്തിൽ നിന്ന് ഈ ബോയിങ് 787 എയർക്രാഫ്റ്റ് ആണ്, VT-ANB എന്ന ടെയിൽ നമ്പറുള്ള ഈ എയർക്രാഫ്റ്റ് റൺവേ 23 ആണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് റൺവേ 23 ആണ്. റൺവേ 23 വരുന്ന ഈ വിമാനം എയർ ട്രാഫിക് കൺട്രോളിന് മെയ്ഡേ കോൾ കിട്ടുന്നത് 1:39 അപ്പോൾ അപകട സമയം ഇപ്പോൾ കൃത്യമായി DGCAയിൽ നിന്ന് വരികയാണ്. 1:39 ഈ വിമാന അപകടം സംഭവിക്കുന്നത്. മെയ്ഡേ കോളാണ് വന്നിരിക്കുന്നത്. താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നു എന്ന വിവരം കൂടി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളം തൽക്കാലം അടച്ചിടുകയാണ് എന്നുള്ള വിവരമാണിപ്പോൾ അറിയിപ്പായി ലഭിച്ചിരിക്കുന്നത്.